ഹായ് സ്റ്റുഡൻസ്, നമ്മളിന്ന് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന ചാപ്റ്ററിൽ ഇംപ്ലിസിറ്റ് ഫങ്ഷൻസിൻ്റെയും അതുപോലെ തന്നെ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫങ്ഷൻസിൻ്റെയും ഡെറിവേറ്റീവ്സ് കാണാനാണ് പഠിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ ഡെറിവേറ്റീവ്സ് ഓഫ് ഇംപ്ലിസിറ്റ് ഫങ്ഷൻസ്. ഇംപ്ലിസിറ്റ് ഫങ്ഷൻസ് എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. അതിനു മുന്നേ നമുക്ക് എക്സ്പ്ലിസിറ്റ് ഫങ്ഷൻസ് എന്താണെന്ന് നോക്കാം. ഇപ്പോൾ y ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന ഫോമിൽ എഴുതുന്ന ഫംഗ്ഷൻസിനെയാണ് നമ്മൾ എക്സ്പ്ലിസിറ്റ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ y ഈക്വൽ ടു സൈൻ എക്സ് അല്ലെങ്കിൽ y ഈക്വൽ ടു സൈൻ എക്സ് പ്ലസ് കോസ് എക്സ്, ഈ രീതിയിൽ y ഈക്വൽ ടു ഫങ്ഷൻ ഓഫ് എക്സ് ആണെങ്കിൽ അത് എക്സ്പ്ലിസിറ്റ് ഫങ്ഷൻസ് ആണ്. അല്ലാത്തതൊക്കെയാണ് വരുന്നത് ഏതിലേക്ക് വരുന്നത്? ഇംപ്ലിസിറ്റ് ഫങ്ഷൻസ്. അപ്പോൾ ഫങ്ഷൻസ് വിച്ച് കണ്ടെയ്ൻസ് എക്സ് ആൻഡ് വൈ ആൻഡ് ഈസ് നോട്ട് ഇൻ ദ ഫോം y ഈക്വൽ ടു എഫ് ഓഫ് എക്സ്, അതിനാണ് നമ്മൾ ഇംപ്ലിസിറ്റ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇംപ്ലിസിറ്റ് ഫങ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ് കാണുന്നത് നോക്കാം. അതിനിടയ്ക്ക് അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാനിവിടെ കൊടുത്തിട്ട് കാണാം നിങ്ങൾക്ക്. എക്സ് പ്ലസ് സൈൻ എക്സ് വൈ പ്ലസ് വൈ ഈക്വൽ ടു 0. ഇത് നമുക്കിപ്പോൾ y ഈക്വൽ ടു ഒരു ഫങ്ഷൻ ഓഫ് എക്സ് എന്ന ഫോമിലല്ല തന്നിട്ടുള്ളത്. അടുത്ത ഇത് നമുക്ക് ഈസി ആയിട്ട് അങ്ങനെ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഫോമിലേക്ക് കൊണ്ടുപോകാൻ പറ്റുകയുമില്ല. രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കാം. എക്സ് മൈനസ് വൈ മൈനസ് 5 ഈക്വൽ ടു 0. ഇത് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ എക്സാമ്പിളാണ്. വേണമെങ്കിൽ നമുക്കിതിനെ എക്സ്പ്ലിസിറ്റ് ആക്കി ചേഞ്ച് ചെയ്യാം. ഇതിനെ എങ്ങനെ കൊടുക്കാം? നമുക്ക് y ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് 5 ഈ രീതിയിലേക്ക് റീഅറേഞ്ച് ചെയ്ത് എക്സ്പ്ലിസിറ്റ് ഫോമിലേക്ക് നമുക്ക് വേണമെങ്കിൽ ആക്കാം. പക്ഷെ നിർബന്ധമൊന്നുമില്ല. ഇപ്പം ഇംപ്ലിസിറ്റ് ഫങ്ഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ഗിവൺ ഇക്വേഷന് വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, എന്നിട്ട് dy/dx കണ്ടുപിടിക്കുക. അതാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇൻ ദിസ് കേസ് ഡിഫറൻഷ്യേറ്റ് ദ ഗിവൺ ഇക്വേഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആൻഡ് സോൾവ് ഫോർ dy/dx. അപ്പോൾ ഇത് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പേ നമുക്കൊരു ചെയിൻ റൂൾ നേരത്തെ നമ്മൾ പഠിച്ചതാണ്, അതൊന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഞാൻ. അപ്പോൾ y ഈസ് ഈക്വൽ ടു ഫങ്ഷൻ ഓഫ് t ആൻഡ് t ഈസ് ഈക്വൽ ടു ഫങ്ഷൻ ഓഫ് എക്സ്, ദെൻ dy/dx is same as dy/dt into dt/dx. അപ്പോൾ y ഫങ്ഷൻ ഓഫ് t ആണെങ്കിൽ നമുക്ക് dy/dt കാണാം, t ഫങ്ഷൻ ഓഫ് x ആണെങ്കിൽ നമുക്ക് dt/dx കാണാം. പക്ഷെ നമ്മുടെ എയിം എന്താണ്? dy/dx കാണലാണ്. അപ്പോൾ ഈ കേസിൽ dy/dx വരിക dy/dt into dt/dx. വേറൊരു എക്സാമ്പിളും കൂടെ നോക്കാം. y ഈക്വൽ ടു ഫങ്ഷൻ ഓഫ് u എന്ന് പറയുന്നത് ഫങ്ഷൻ ഓഫ് t എന്ന് പറയുന്നത് ഫങ്ഷൻ ഓഫ് എക്സ്. അപ്പോൾ ഈ കേസിൽ dy/dx എന്ന് പറയുന്നത് dy/du ഇൻറ്റു du/dt ഇൻറ്റു dt/dx. ഈ രീതിയിലാണ് ചെയിൻ റൂൾ വരുന്നത്. അതൊന്ന് ഓർത്ത് വെക്കണം കേട്ടോ. ഫോർ എക്സാമ്പിൾ ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഇവിടെ ഫങ്ഷൻ ഓഫ് എക്സ് ആണ്, വിത്ത് റെസ്പെക്ട് ടു എക്സിലാണ്, ഒരു പ്രോബ്ലവും ഇല്ല. ആൻസർ എന്ത് വരും? കോസ് എക്സ്. അടുത്തത് നമുക്ക് നോക്കാം ഡെറിവേറ്റീവ് ഓഫ് സൈൻ വൈ. സൈൻ എക്സ് അല്ല, ഓർമ്മ വേണം, സൈൻ വൈ. സൈൻ വൈനെ നമുക്ക് വിത്ത് റെസ്പെക്ട് വൈയിലേ ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിത് ഈ ചെയിൻ റൂൾ യൂസ് ചെയ്ത് ഇതിനെ ഒന്ന് ചേഞ്ച് ചെയ്യാണ്. d/dx ഓഫ് സൈൻ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെറിവേറ്റീവ് ഓഫ് സൈൻ വൈ വിത്ത് റെസ്പെക്ട് ടു വൈ, അതായത് dy ഓഫ് സൈൻ വൈ ഇൻറ്റു dy/dx. നമ്മളിത് ഈ ചെയിൻ റൂളാണ് യൂസ് ചെയ്തത്. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് സൈൻ വൈ വിത്ത് റെസ്പെക്ട് വൈ എന്താണ്? കോസ് വൈ ഇൻറ്റു dy/dx. അപ്പോൾ ഓർത്ത് വെക്കുക, d/dx ഓഫ് സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ കോസ് എക്സ് ആണ്, d/dx ഓഫ് സൈൻ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ് വൈ ഇൻറ്റു dy/dx. അടുത്തത് നമുക്ക് നോക്കാം. ഫൈൻഡ് dy/dx ഇൻ ദ ഫോളോയിങ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇംപ്ലിസിറ്റ് ഫോമിലാണ് തന്നിരിക്കുന്നത് അല്ലേ. 2x + 3y ഈക്വൽ ടു സൈൻ എക്സ്. ഇതിന് ചെയ്യേണ്ടത് എന്താണ്? ഡിഫറൻഷ്യേറ്റ് ദ ഗിവൺ ഇക്വേഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പോൾ ഇതിനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, എന്നിട്ട് dy/dx കണ്ടുപിടിക്കുക. സോ d/dx ഓഫ് 2x പ്ലസ് d/dx ഓഫ് 3y വിച്ച് ഈസ് ഈക്വൽ ടു d/dx ഓഫ് സൈൻ എക്സ്. 2 കോൺസ്റ്റൻ്റ് ആണ്. സോ 2 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് പ്ലസ് 3 ഇൻറ്റു dy/dx വിച്ച് ഈസ് ഈക്വൽ ടു ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറഞ്ഞാൽ കോസ് എക്സ്. അപ്പോൾ 2 + 3 dy/dx ഈസ് ഈക്വൽ ടു കോസ് എക്സ്, or 3 dy/dx is equal to cos x minus 2, or dy/dx is equal to cos x minus 2 divided by 3. ഇതിൻ്റെ ആൻസർ മറ്റൊരു വിധത്തിൽ ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങൾക്ക് കറക്റ്റ് ആണോ എന്നൊന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടി മാത്രം ഇത് ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ തന്നിരിക്കുന്ന ഇക്വേഷൻ ഞാൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യുന്നു. 2x + 3y ഈക്വൽ ടു സൈൻ എക്സ് ആണ്. അതിന് 2x + 3y മൈനസ് സൈൻ എക്സ് ഈക്വൽ ടു 0. ഞാൻ ചെയ്യാൻ പോകുന്നത് ആദ്യം ഈ ഇക്വേഷനെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. ഇത് y കോൺസ്റ്റൻ്റ് ആണെന്ന് വിചാരിക്കുക.
അപ്പോൾ ആൻസർ എന്താ വരിക? മൈനസ് ഓഫ് എന്ന് എടുക്കണം കേട്ടോ. സോ മൈനസ് ഓഫ് ഡെറിവേറ്റീവ് ഓഫ് 2x എന്ത് വരും? 2. വൈനെ കോൺസ്റ്റൻ്റ് ആയി ട്രീറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ആൻസർ 0 വരും. മൈനസ് ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് എന്ത് വരും? കോസ് എക്സ്. അപ്പോൾ നമുക്ക് കിട്ടുക മൈനസ് ഓഫ് 2 മൈനസ് കോസ് എക്സ്, ദാറ്റ് ഈസ് സെയിം ആസ് കോസ് എക്സ് മൈനസ് 2 ഡിവൈഡഡ് ബൈ, ഇനി ഇതിനെ വീണ്ടും നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു വൈയിൽ എക്സിനെ കോൺസ്റ്റൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ 2xൻ്റെ ഡെറിവേറ്റീവ് 0 വരും, 3yയുടെ ഡെറിവേറ്റീവ് 3 വരും, സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവും 0 വരും. അപ്പോൾ ഡിവൈഡഡ് ബൈ 3 വരും. അപ്പോൾ കോസ് എക്സ് മൈനസ് 2 ഡിവൈഡഡ് ബൈ 3 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അങ്ങനെ ഒന്ന് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം കേട്ടോ. എക്സാമിന് വരുമ്പോഴത്തേക്ക് ഇതുപോലെ തന്നെ ചെയ്യണം കേട്ടോ. 2 മാർക്സും 3 മാർക്സിനൊക്കെയാണ് ക്വസ്റ്റ്യൻ വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. x² + y² = xy. ഇതിനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ദ ഗിവൺ ഇക്വേഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് കൊടുക്കുക. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് x² 2x പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് y² വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. അപ്പോൾ നമ്മളതിനെ ചേഞ്ച് ചെയ്യണം. എങ്ങനെ ചേഞ്ച് ചെയ്യണം? d/dx ഓഫ് y² എന്ന് പറഞ്ഞാൽ d/dy ഓഫ് y² ഇൻറ്റു dy/dx. അപ്പോൾ ആൻസർ വരിക 2y ഇൻറ്റു dy/dx. അതാണ് ഇവിടെ കിട്ടുക. ഓക്കെ, ഇനി ഇവിടെ നോക്കുക. d/dx ഓഫ് xy എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് റൂൾ യൂസ് ചെയ്യണം. സോ x ഇൻറ്റു dy/dx പ്ലസ് y ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് x വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഇനി അപ്പോൾ വരിക 2x പ്ലസ് 2y dy/dx ഈസ് ഈക്വൽ ടു x ഇൻറ്റു dy/dx പ്ലസ് y ഇൻറ്റു 1. ഇനി dy/dx കാണലാണ് നമ്മുടെ എയിം. സോ dy/dx വരുന്ന ടേംസ് ഒക്കെ ഞാൻ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരികയാണ്, ബാക്കി ടേംസ് റൈറ്റിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ 2y dy/dx മൈനസ് x dy/dx ഈസ് ഈക്വൽ ടു y മൈനസ് 2x. അപ്പോൾ dy/dx ഇൻറ്റു 2y മൈനസ് x ഈസ് ഈക്വൽ ടു y മൈനസ് 2x or dy/dx ഈസ് ഈക്വൽ ടു y മൈനസ് 2x ഡിവൈഡഡ് ബൈ 2y മൈനസ് x. ഞാൻ നേരത്തെ പറഞ്ഞ അതുപോലെ ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കാം. ഇവിടെ x² + y² മൈനസ് xy ഈക്വൽ ടു 0. ഇതിന് വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഞാൻ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. y ഈസ് ട്രീറ്റഡ് ആസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ ആൻസർ വരിക മൈനസ് ഓഫ് 2x പ്ലസ് 0, y² കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കുമ്പോൾ 0 മൈനസ്, ഇവിടെ y കോൺസ്റ്റൻ്റ് ആണ്, എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 വരും. സോ മൈനസ് y. അപ്പോൾ മൈനസ് ഓഫ് 2x മൈനസ് y ഡിവൈഡഡ് ബൈ, ഇനി വീണ്ടും ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു വൈയിൽ എക്സിനെ കോൺസ്റ്റൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുക. അപ്പോൾ x² ഡെറിവേറ്റീവ് 0 വരും, y² ഡെറിവേറ്റീവ് 2y വരും, മൈനസ് xyയുടെ ഡെറിവേറ്റീവ് മൈനസ് x വരും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ വരിക മൈനസ് ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ y മൈനസ് 2x ഡിവൈഡഡ് ബൈ 2y മൈനസ് x. വെരിഫൈ ചെയ്യാൻ മാത്രം ഉപയോഗിക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. sin² x പ്ലസ് cos² y ഈക്വൽ ടു 1 ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു നമ്മൾ. ഇപ്പോൾ d/dx ഓഫ് sin² x പ്ലസ് d/dx ഓഫ് cos² y ഈസ് ഈക്വൽ ടു ഡെറിവേറ്റീവ് ഓഫ് 1 കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ആൻസർ 0 വരും. ഓക്കെ, അപ്പോൾ sin² xൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ sin x ദ ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ ഡെറിവേറ്റീവ് വരിക 2 sin x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് sin x പ്ലസ് ഇത് വിത്ത് റെസ്പെക്ട് ടു ഫംഗ്ഷൻ ഓഫ് y ആണ്, വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യാൻ പറ്റില്ല, അതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യണം. അപ്പോൾ d/dy ഓഫ് cos² y ഇൻറ്റു dy/dx വരും. ഓക്കെ, അപ്പോൾ ഇവിടെ വരിക 2 sin x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് sin x cos x പ്ലസ് 2 cos y ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് cos y മൈനസ് sin y ഇൻറ്റു dy/dx ഈക്വൽ ടു 0. ഇത് 2 sin x cos x ആണ്, അതിന് നമുക്ക് sin 2x എന്ന് എഴുതാം. അതുപോലെ ഇത് മൈനസ് 2 cos y sin y എന്ന് പറഞ്ഞാൽ sin 2y എന്ന് കൊടുക്കാം. അപ്പോൾ sin 2x മൈനസ് sin 2y dy/dx ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് dy/dx ഇങ്ങനെ കിട്ടും, sin 2x ഡിവൈഡഡ് ബൈ sin 2y. അപ്പോൾ നമുക്കൊന്ന് വെരിഫൈ ചെയ്ത് നോക്കാം. sin² x പ്ലസ് cos² y മൈനസ് 1 ഈക്വൽ ടു 0 വരും. വിത്ത് റെസ്പെക്ട് ടു എക്സിൽ നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. അപ്പോൾ ആൻസർ വരിക മൈനസ് ഓഫ് sin² xൻ്റെ ഡെറിവേറ്റീവ് വരെ 2 sin x ഇൻറ്റു cos x വരും. cos² yയുടെ ഡെറിവേറ്റീവും 1ൻ്റെ ഡെറിവേറ്റീവും അവിടെ 0 വരും. അപ്പോൾ മൈനസ് 2 sin x cos x വരും, അത് മൈനസ് sin 2x ഡിവൈഡഡ് ബൈ sin² xൻ്റെ ഡെറിവേറ്റീവ് 0 വരും. cos² yയുടെ ഡെറിവേറ്റീവ് 2 cos y ഇൻറ്റു മൈനസ് sin y എന്ന് വരും. 1ൻ്റെ ഡെറിവേറ്റീവ് ഓട്ടോമാറ്റിക്കലി 0 വരും. അപ്പോൾ നമുക്ക് കിട്ടുക മൈനസ് sin 2x ഡിവൈഡഡ് ബൈ മൈനസ് sin 2y വരും. ദാറ്റ് ഈസ് സെയിം ആസ് sin 2x ഡിവൈഡഡ് ബൈ sin 2y. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ax പ്ലസ് by³ ഈസ് ഈക്വൽ ടു cos y. നമുക്ക് dy/dx ആണ് കാണേണ്ടത്. ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ ആണ്, ഡിഫറൻഷ്യേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു എക്സിന്. അപ്പോൾ ഇവിടെ വരിക ഡെറിവേറ്റീവ് ഓഫ് ax പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് by³ ഈസ് ഈക്വൽ ടു ഡെറിവേറ്റീവ് ഓഫ് cos y. ഇതെല്ലാം വിത്ത് റെസ്പെക്ട് ടു എക്സിലാണ്.
ഇവിടെ എ കോൺസ്റ്റൻ്റ് ആണ്. സോ എ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ദാറ്റ് ഈസ് 1. അപ്പോൾ എ പ്ലസ് ഇവിടെ ബി കോൺസ്റ്റൻ്റ് ആണ്, ബി ഔട്ട് സൈഡിൽ എടുത്തു കഴിഞ്ഞാൽ ഡി ബൈ ഡി എക്സ് ഓഫ് വൈ ക്യൂബ്, അതായത് 3y² ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് സൈൻ വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ്. ഡി വൈ ബൈ ഡി എക്സ് വരുന്ന ടേംസ് ലെഫ്റ്റിലേക്ക് എടുക്കുമ്പോഴത്തേക്കും ബി 3y² ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് സൈൻ വൈ ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് എ. സോ ഡി വൈ ബൈ ഡി എക്സ് ഇൻറ്റു ഇവിടെ 3by² പ്ലസ് സൈൻ വൈ വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് എ. സോ ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് എ ഡിവൈഡഡ് ബൈ 3by² പ്ലസ് സൈൻ വൈ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. y പ്ലസ് സൈൻ വൈ ഈസ് ഈക്വൽ ടു കോസ് എക്സ്. So d by dx of y plus d by dx of sin y is equal to d by dx of cos x. So dy by dx plus derivative of y with respect to x ആണ്. അപ്പോൾ ആൻസർ വരിക cos y into dy by dx which is equal to derivative of cos x with respect to x ആണ് minus sin x. So dy by dx into 1 plus cos y is equal to minus sin x or dy by dx is equal to minus sin x divided by 1 plus cos y. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. sin square y plus cos xy which is equal to pi. അപ്പോൾ d by dx of sin square y plus d by dx of cos xy which is equal to derivative of pi. അത് പൈ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ആൻസർ അവിടെ 0 വരും. ഓക്കെ, d by dx of sin square y എന്ന് പറഞ്ഞാൽ sin y the whole square ഫോമാണ് ഇവിടെ ഉള്ളത്. ഇതിനെ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്യണം. d by dy of sin square y into dy by dx വരും. അപ്പോൾ ആൻസർ വരിക 2 sin y into derivative of sin y that is cos y into dy by dx plus ഇത് cos xyയുടെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോഴത്തേക്കും മൈനസ് സൈൻ എക്സ് വൈ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് വൈ. അവിടെ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് വൈ ഇൻറ്റു 1 ദാറ്റ് ഈസ് വൈ വരും. ദാറ്റ് ഈസ് 2 sin y cos y എന്ന് പറയുമ്പോഴത്തേക്കും sin 2y. സോ sin 2y ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് മൈനസ് sin xy ഇൻറ്റു എക്സ് ഡി വൈ ബൈ ഡി എക്സ്, ഇത് എക്സ്പാൻഡ് ചെയ്യുന്നതാണ് ഇവിടെ കേട്ടോ, മൈനസ് സൈൻ എക്സ് വൈ ഇൻറ്റു വൈ ഓർ മൈനസ് വൈ സൈൻ എക്സ് വൈ ഈക്വൽ ടു 0. ഡി വൈ ബൈ ഡി എക്സ് കോമൺ ആയിട്ട് എടുക്കുമ്പോഴത്തേക്കും ഡി വൈ ബൈ ഡി എക്സ് ഇൻറ്റു ഇവിടെ നമുക്ക് സൈൻ 2y മൈനസ് എക്സ് സൈൻ എക്സ് വൈ വിച്ച് ഇസ് ഈക്വൽ ടു വൈ സൈൻ എക്സ് വൈ. സോ ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു വൈ സൈൻ എക്സ് വൈ ഡിവൈഡഡ് ബൈ sin 2y മൈനസ് എക്സ് സൈൻ എക്സ് വൈ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് നെക്സ്റ്റ് ടൈപ്പാണ് ഡെറിവേറ്റീവ്സ് ഓഫ് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ്. പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫങ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ് കാണുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. ഫസ്റ്റ് നമ്മൾ സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എങ്ങനെ കാണാൻ നോക്കാം. സോ ലെറ്റ് y is equal to sin inverse x which implies x is equal to sin y. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, x എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഓഫ് y ആണ്. അപ്പോൾ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഡെറിവേറ്റീവ് ഓഫ് x വിത്ത് റെസ്പെക്ട് ടു y ദാറ്റ് ഈസ് dx by dy. അപ്പോൾ ഇവിടെ dx by dy എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് ഓഫ് sin y വിത്ത് റെസ്പെക്ട് ടു y. എന്താണ് ഡെറിവേറ്റീവ് ഓഫ് sin y വിത്ത് റെസ്പെക്ട് ടു y? വിത്ത് റെസ്പെക്ട് ടു y ആയതുകൊണ്ട് അത് cos y വരും. സോ dy by dx is equal to 1 by cos y. നമുക്ക് ഇത് ഫംഗ്ഷൻ ഓഫ് എക്സിലേക്ക് ആണ് വരുന്നത് അല്ലേ. അപ്പോൾ ആൻസറും നമുക്ക് എക്സിലേക്ക് കൊണ്ടുപോകണം. ഇത് കോസ് വൈ ആണ്. അത് ഞാനൊന്ന് റീഅറേഞ്ച് ചെയ്യുന്നു. 1 by root of cos square y. കോസ് സ്ക്വയർ വൈ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1 മൈനസ് സൈൻ സ്ക്വയർ വൈ ആണ്. പക്ഷേ സൈൻ വൈ എന്ന് പറയുന്ന എക്സ് ആണ്. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും 1 by root 1 മൈനസ് എക്സ് സ്ക്വയർ. സോ ഡെറിവേറ്റീവ് ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് ഈസ് 1 by root 1 മൈനസ് എക്സ് സ്ക്വയർ. അതുപോലെ നമുക്ക് കോസ് ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് നോക്കാം. ലെറ്റ് y ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് എക്സ് ദാറ്റ് ഈസ് എക്സ് ഈസ് ഈക്വൽ ടു കോസ് വൈ. നേരത്തെ പറഞ്ഞതുപോലെ ഇത് എക്സ് എന്ന് പറയുന്നത് ഇവിടെ ഫംഗ്ഷൻ ഓഫ് വൈ ആണ്. അപ്പോൾ ഡി എക്സ് ബൈ ഡി വൈ കാണാം. ഡെറിവേറ്റീവ് ഓഫ് കോസ് വൈ മൈനസ് സൈൻ വൈ വരും. സോ ഡി വൈ ബൈ ഡി എക്സ് ഈസ് മൈനസ് 1 by സൈൻ വൈ. ഈ സൈൻ വൈനെ ഞാൻ നേരത്തെ പോലെ തന്നെ ഒന്ന് റീഅറേഞ്ച് ചെയ്യുന്നു. റൂട്ട് ഓഫ് സൈൻ സ്ക്വയർ വൈ. അപ്പോൾ ഇത് കിട്ടുക -1 ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ വൈ എന്ന് പറഞ്ഞാൽ 1 മൈനസ് കോസ് സ്ക്വയർ വൈ ആണ്. പക്ഷേ കോസ് വൈ എന്ന് പറയുന്ന എക്സ് ആയതുകൊണ്ട് ഇവിടെ വരിക -1 by root 1 minus x square. So derivative of cos inverse x is -1 by root of 1 minus x square. Next, derivative of tan inverse x. Let y equal to tan inverse x, then x is equal to tan y. So dx by dy is equal to sec square y. So dy by dx is equal to 1 by sec square y.
അപ്പോൾ നമ്മൾ നേരത്തെ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, സിക്സ് സ്ക്വയർ എക്സ് മൈനസ് ടാൻ സ്ക്വയർ എക്സ് ഈക്വൽ ടു 1. അപ്പോൾ സിക്സ് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ് ആണ്. അതുപോലെ സിക്സ് സ്ക്വയർ വൈ എന്ന് പറഞ്ഞാൽ 1 പ്ലസ് ടാൻ സ്ക്വയർ വൈ വരും. പക്ഷേ ടാൻ വൈ ഈസ് ഈക്വൽ ടു എക്സ്. സോ ദ ആൻസർ ഈസ് 1/1 പ്ലസ് എക്സ് സ്ക്വയർ. നെക്സ്റ്റ് ഇക്വേഷൻ കിട്ടി നമുക്ക്, ഡെറിവേറ്റീവ് ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ് ഈസ് 1/1 പ്ലസ് എക്സ് സ്ക്വയർ. അതുപോലെ തന്നെ കോട്ട് ഇൻവേഴ്സ് എക്സ് നോക്കാം. ലെറ്റ് വൈ ഈസ് ഈക്വൽ ടു കോട്ട് ഇൻവേഴ്സ് എക്സ്. സോ എക്സ് ഈസ് ഈക്വൽ ടു കോട്ട് വൈ. So dx by dy is equal to minus cosec square y. So dy by dx is equal to 1 by minus cosec square y or minus 1 by cosec square y. പക്ഷെ നമുക്കറിയാം cosec square y is same as 1 plus cot square y. അപ്പോൾ cot y ഇവിടെ x ആയതുകൊണ്ട് ഈ ആൻസർ എന്തായിട്ട് മാറും? മൈനസ് 1 by 1 plus x square. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് cot inverse x is മൈനസ് 1 by 1 plus x square. നെക്സ്റ്റ് നമ്മൾ ഡെറിവേറ്റീവ് ഓഫ് സീക്ക് ഇൻവേഴ്സ് എക്സ് ആണ് കാണാൻ പോകുന്നത്. സോ ലെറ്റ് വൈ ഈസ് ഈക്വൽ ടു സീക്ക് ഇൻവേഴ്സ് എക്സ് ഓർ എക്സ് ഈസ് ഈക്വൽ ടു സീക്ക് വൈ. അവിടെയും നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, സീക്ക് സ്ക്വയർ എക്സ് മൈനസ് ടാൻ സ്ക്വയർ എക്സ് ഈസ് ഈക്വൽ ടു 1. അത് ആവശ്യമുണ്ട് ഇവിടെ നോക്കാം. ഡി എക്സ് ബൈ ഡി വൈ ഈസ് ഈക്വൽ ടു ഡെറിവേറ്റീവ് ഓഫ് സീക്ക് വൈ വിത്ത് റെസ്പെക്ട് വൈ എന്ന് പറഞ്ഞാൽ സീക്ക് വൈ ടാൻ വൈ. സോ ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു 1 ബൈ സീക്ക് വൈ ടാൻ വൈ. സീക്ക് വൈ ഇവിടെ എക്സ് ആണ്. സോ 1 ബൈ എക്സ് ഇൻറ്റു ടാൻ വൈനെ ഞാനൊന്ന് റീഅറേഞ്ച് ചെയ്യുന്നു, റൂട്ട് ഓഫ് ടാൻ സ്ക്വയർ വൈ. അപ്പം നമുക്ക് ടാൻ സ്ക്വയർ വൈ എന്ന് പറഞ്ഞാൽ എന്താണ് കിട്ടുക? ഈ ഇക്വേഷൻ വെച്ചിട്ട് സീക്ക് സ്ക്വയർ വൈ മൈനസ് 1. സീക്ക് സ്ക്വയർ വൈ എന്ന് പറയുമ്പോൾ എക്സ് സ്ക്വയർ വരും. സോ ദ ആൻസർ ഈസ് 1 ബൈ എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1. സോ ഡെറിവേറ്റീവ് ഓഫ് സീക്ക് ഇൻവേഴ്സ് എക്സ് ഈസ് 1 ബൈ എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1. നെക്സ്റ്റ് നമ്മൾ ഡെറിവേറ്റീവ് ഓഫ് കൊസീക്ക് ഇൻവേഴ്സ് എക്സ് കാണുകയാണ്. സോ ലെറ്റ് വൈ ഈസ് ഈക്വൽ ടു കൊസീക്ക് ഇൻവേഴ്സ് എക്സ് ഓർ എക്സ്. സോ എക്സ് ഈസ് ഈക്വൽ ടു കൊസീക്ക് വൈ. അപ്പോൾ ഡി എക്സ് ബൈ ഡി വൈ എന്ന് പറഞ്ഞാൽ മൈനസ് കൊസീക്ക് വൈ കോട്ട് വൈ ഓർ ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് 1 ബൈ കൊസീക്ക് വൈ കോട്ട് വൈ. കൊസീക്ക് വൈ എക്സ് ആണ്. സോ മൈനസ് 1 ബൈ എക്സ് ഇൻറ്റു ഇനി കോട്ട് വൈനെ റീഅറേഞ്ച് ചെയ്യുന്നു, റൂട്ട് ഓഫ് കോട്ട് സ്ക്വയർ വൈ. പക്ഷെ കോട്ട് സ്ക്വയർ വൈ എന്ന് പറഞ്ഞാൽ എന്താണ് വരിക? കൊസീക്ക് സ്ക്വയർ വൈ മൈനസ് 1. ഈ ഇക്വേഷനാണ് അത് വരുന്നത് കേട്ടോ. ഇത് നേരത്തെ പഠിച്ച ഇക്വേഷനാണ്. സോ മൈനസ് 1 ബൈ എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1. കൊസീക്ക് വൈ എന്ന് പറയുന്നത് എക്സ് ആണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഇക്വേഷൻസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായിട്ട് പഠിക്കണം കേട്ടോ. ഞാൻ ഇക്വേഷൻസ് വേറെ തന്നെ ഇവിടെ ഒരു ടേബിൾ ആക്കിയിട്ടുണ്ട്, നന്നായിട്ട് പഠിക്കുക. ഇനി അങ്ങോട്ടുള്ള പ്രോബ്ലംസിൽ വരുമ്പോഴത്തേക്കും നമുക്ക് ഈ ഇക്വേഷൻസ് ട്രിഗണോമെട്രിക് ഇക്വേഷൻസും കൂടെ ആവശ്യമുണ്ട്. അപ്പോൾ അതും കൂടെ പഠിക്കണം കേട്ടോ. അടുത്തത് ഫൈൻഡ് ഡി വൈ ബൈ ഡി എക്സ് ഇൻ ദ ഫോളോയിങ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, y is equal to sin inverse 2x ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ. നമുക്ക് ഈ ഇക്വേഷൻ കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലൊരു ഇക്വേഷൻ ഓർമ്മയിൽ ഉണ്ടാവേണ്ടതാണ്, 2 tan a ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ എ. ആ ഇക്വേഷൻ നിങ്ങൾ മൈൻഡിൽ വരുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. ഓക്കെ, ഇത് കാണുമ്പോൾ നമുക്ക് ഏത് ഇക്വേഷൻ ഓർമ്മ വരണം? 2 tan a ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ എ. നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? സൈൻ 2a ഈസ് ഈക്വൽ ടു 2 tan a ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ എ. അപ്പോൾ എക്സിന് ഏത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക? പുട്ട് എക്സ് ഈസ് ഈക്വൽ ടു ടാൻ എ. അപ്പോൾ എ എന്താവും? ടാൻ ഇൻവേഴ്സ് എക്സ്. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ നമുക്ക് വരിക y ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 2 tan a ഡിവൈഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ എ. That is sin inverse sin 2a, that is 2 tan inverse x. a ഇവിടെ tan inverse x ആണ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഡെറിവേറ്റീവ് കാണാം. സോ ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ്, ദാറ്റ് ഈസ് 1 ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വൈ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 3x മൈനസ് എക്സ് ക്യൂബ് ഡിവൈഡഡ് ബൈ 1 മൈനസ് 3x സ്ക്വയർ. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മയിൽ വരേണ്ട ഇക്വേഷനാണ് ഇത്. 3 tan a മൈനസ് ടാൻ ക്യൂബ് എ ഡിവൈഡഡ് ബൈ 1 മൈനസ് 3 ടാൻ സ്ക്വയർ എ. അത് ഏതിൻ്റെ എക്സ്പാൻഡഡ് ഫോമാണ്? ടാൻ 3a. അപ്പോൾ എക്സിന് ഏത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം? പുട്ട് എക്സ് ഈസ് ഈക്വൽ ടു ടാൻ എ. സോ എ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ്. അപ്പോൾ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ ഇവിടെ കൊടുക്കുമ്പോൾ വരിക y ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ്, ഞാൻ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ കിട്ടും, 3 tan a minus tan cube a divided by 1 minus 3 tan square a, that is tan inverse tan 3a കിട്ടും. a എന്ന് പറഞ്ഞാൽ tan inverse x ആണ്. സോ 3 tan inverse x. ഇനി ഡെറിവേറ്റീവ് കാണാം. dy by dx is equal to 3 into derivative of tan inverse x, that is 1 by 1 plus x square. Okay.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ y is equal to cos inverse 1 minus x square by 1 plus x square. ഇത് കാണുമ്പോൾ നമ്മുടെ ഓർമ്മയിൽ വരേണ്ട ഇക്വേഷൻ ഏതാണ്? 1 minus tan square a divided by 1 plus tan square a, that is cos 2a. So put x is equal to tan a, then a is equal to tan inverse x. അപ്പോൾ ഇവിടെ നമ്മൾ ടാൻ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോഴത്തേക്കും y is equal to cos inverse 1 minus tan square a divided by 1 plus tan square a, that is cos inverse cos 2a. 2a കിട്ടും, that is 2 tan inverse x. ഈസി ആയിട്ട് ഡെറിവേറ്റീവ് കാണാം. dy by dx is equal to 2 into derivative of tan inverse x, that is 2 into 1 by 1 plus x square, or 2 divided by 1 plus x square. Next question, y is equal to sin inverse 1 minus x square by 1 plus x square. നമ്മൾ ഇപ്പോൾ പറഞ്ഞ ഇക്വേഷൻ ആണിത്. 1 minus x square by 1 plus x square എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മൈൻഡിൽ വരേണ്ടത് 1 minus tan square a divided by 1 plus tan square a. So same substitution തന്നെ. put x is equal to tan a, then a is equal to tan inverse x. അപ്പോൾ y എന്തായിട്ട് മാറും? sin inverse 1 minus tan square a by 1 plus tan square a, that is sin inverse cos 2a. അപ്പം നമുക്കറിയാം സൈൻ ഇൻവേഴ്സ് സൈനിലേക്കാണ് നമ്മൾ കൊണ്ടുവരേണ്ടത് അല്ലേ? സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് ഫോമിലേക്ക് കൊണ്ടുവരണം. അപ്പോഴാണ് നമുക്ക് എക്സ് എന്ന് എഴുതാൻ പറ്റുള്ളൂ. അതിൻ്റെ കണ്ടീഷനും കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ കോസ് 2a എന്ത് ചെയ്യാം? നമ്മൾ അതും പഠിച്ചു വെച്ചിട്ടുണ്ട്. കോസ് എക്സ് ഈസ് സെയിം ആസ് സൈൻ പൈ ബൈ 2 മൈനസ് എക്സ്. അപ്പോൾ കോസ് 2a എങ്ങനെ എഴുതാം? സൈൻ പൈ ബൈ 2 മൈനസ് 2a. അപ്പോൾ സൈൻ ഇൻവേഴ്സ് സൈൻ പൈ ബൈ 2 മൈനസ് 2a എന്ന് പറയുമ്പോഴത്തേക്കും ആൻസർ എന്ത് വരും? പൈ ബൈ 2 മൈനസ് 2a, ദാറ്റ് ഈസ് പൈ ബൈ 2 മൈനസ് 2 ടാൻ ഇൻവേഴ്സ് എക്സ്. ഇനി dy ബൈ ഡി എക്സ് കാണുമ്പോൾ പൈ ബൈ 2 കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് അതിൻ്റെ ആൻസർ 0 വരും. മൈനസ് 2 ഇൻറ്റു ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 by 1 plus x square. So the answer is minus 2 divided by 1 plus x square. Next question, cos y is equal to cos inverse 2x divided by 1 plus x square. ഇതും കാണുമ്പോൾ ഓർക്കേണ്ട ഇക്വേഷൻ ആണ് 2 tan a divided by 1 plus tan square a, അതായത് sin 2a ഇക്വേഷൻ. So put x is equal to tan a or a is equal to tan inverse x. അപ്പോൾ ഇത് വരിക y is equal to cos inverse 2 tan a divided by 1 plus tan square a വരും. അപ്പോൾ ഇവിടെ കിട്ടുക നിങ്ങൾക്ക് cos inverse sin 2a ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ കോസ് ഇൻവേഴ്സ് സൈൻ 2a എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടത് കോസ് ഇൻവേഴ്സ് കോസ് ഫോമിലേക്ക്. അപ്പോൾ സൈൻ 2a നമുക്ക് ചേഞ്ച് ചെയ്യണം. നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ച ഇക്വേഷൻ യൂസ് ചെയ്യാണ്. കോസ് പൈ ബൈ 2 മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു സൈൻ എക്സിൻ്റെ ഇക്വേഷൻ, അതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സൈൻ 2a നമുക്ക് എന്ത് കൊടുക്കാം? കോസ് പൈ ബൈ 2 മൈനസ് 2a. അപ്പോൾ കോസ് ഇൻവേഴ്സ് കോസ് പൈ ബൈ 2 മൈനസ് 2a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈ ബൈ 2 മൈനസ് 2a കിട്ടും. ദാറ്റ് ഈസ് പൈ ബൈ 2 മൈനസ് 2 ടാൻ ഇൻവേഴ്സ് എക്സ്. സോ dy ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു പൈ ബൈ 2 കോൺസ്റ്റൻ്റ് ഡെറിവേറ്റീവ് 0 വരും. സോ മൈനസ് 2 ഇൻറ്റു 1 by 1 പ്ലസ് എക്സ് സ്ക്വയർ ഓർ മൈനസ് 2 by 1 പ്ലസ് എക്സ് സ്ക്വയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. y ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 2x ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ. ഇതും കാണുമ്പോൾ ഏതെങ്കിലും ഇക്വേഷൻ ഓർമ്മയിൽ വരുന്നുണ്ടോ? 2 sin a cos a ഓർമ്മയുണ്ടോ? സൈൻ 2a ഇക്വേഷൻ. സൈൻ 2a ഇക്വേഷൻ എന്താണ്? 2 sin a cos a. അപ്പോൾ നമുക്ക് എക്സിന് a സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. പുട്ട് എക്സ് ഈസ് ഈക്വൽ ടു സൈൻ a. അപ്പോൾ ഇവിടെ എന്തായിട്ട് മാറും? അത് 1 മൈനസ് സൈൻ സ്ക്വയർ a വരും. 1 മൈനസ് സൈൻ സ്ക്വയർ a എന്താണ്? കോസ് സ്ക്വയർ a വരും. റൂട്ട് ഓഫ് കോസ് സ്ക്വയർ a കോസ് a വരും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 sin a cos a കിട്ടും. അപ്പോൾ സൈൻ ഇൻവേഴ്സ് 2 sin a cos a നമ്മൾ പഠിച്ചിട്ടുണ്ട്. സൈൻ 2a ആണ്. സോ സൈൻ ഇൻവേഴ്സ് സൈൻ 2a, ദാറ്റ് ഈസ് 2a. a എന്താണ്? നമ്മളിവിടെ നേരത്തെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത എക്സ് ഈക്വൽ ടു സൈൻ എ ആണ്. ദാറ്റ് ഈസ് എ ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ്. അപ്പോൾ 2 സൈൻ ഇൻവേഴ്സ് എക്സ് വരും. സോ dy ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് ഈസ് 1 by റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. y ഈസ് ഈക്വൽ ടു സീക്ക് ഇൻവേഴ്സ് 1 ഡിവൈഡഡ് ബൈ 2x സ്ക്വയർ മൈനസ് 1. അപ്പോൾ 2x സ്ക്വയർ മൈനസ് 1 എന്ന് പറയുമ്പോൾ അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ നമ്മുടെ മൈൻഡിൽ വരണം. 2 cos സ്ക്വയർ a മൈനസ് 1 എന്തായിരുന്നു? അത് cos 2a. cos 2a ഈസ് ഈക്വൽ ടു 2 cos സ്ക്വയർ a മൈനസ് 1. അപ്പോൾ എക്സിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. പുട്ട് എക്സ് ഈസ് ഈക്വൽ ടു cos a. സോ a ഈസ് ഈക്വൽ ടു cos ഇൻവേഴ്സ് എക്സ്. അപ്പോൾ y ഈസ് ഈക്വൽ ടു സീക്ക് ഇൻവേഴ്സ് 1 ബൈ 2 cos square a minus 1, that is y is equal to sec inverse 1 by cos 2a. 1 by cos sec ആണ്. അപ്പോൾ ഇതെന്തായിട്ട് മാറും? sec inverse sec 2a, that is 2a, 2 cos inverse x. So dy by dx is equal to 2 into derivative of cos inverse x എന്താണ്? minus 1 by root 1 minus x square. So the answer is minus 2 divided by root of 1 minus x square.
അപ്പോൾ നമ്മളിന്ന് ഡെറിവേറ്റീവ്സ് ഓഫ് ഇംപ്ലിസിറ്റ് ഫംഗ്ഷനും പഠിച്ചു കഴിഞ്ഞു, അതുപോലെ തന്നെ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസും. അപ്പോൾ നന്നായിട്ട് പഠിക്കുക, അതുപോലെ തന്നെ ഇക്വേഷൻസൊക്കെ നന്നായിട്ട് പഠിക്കണം. ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ്സൊക്കെ ബൈ ഹാർട്ട് പഠിക്കണം കേട്ടോ. ഓക്കെ.